إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم إن الذين توفاهم الملائكة ظالمي أنفسهم قالوا فيم كنتم قالوا كنا مستضعفين في الأرض قالوا ألم تكن أرض الله واسعة فتهاجروا فيها فأولئك مأواهم جهنم وساءت مصيرا ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികൾ, റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണമെന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല അവൻ്റെ സച്ചരിതരുടെ കൂട്ടത്തിൽ നമുക്കെല്ലാവർക്കും ഇടം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിപാവനമായ മുഹറം മാസം, അതിൻ്റെ പ്രത്യേകതകളെല്ലാം നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ മനസ്സിലാക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതത്തിൽ ഒട്ടനേകം ചരിത്ര പ്രസിദ്ധമായ പ്രാധാന്യമുള്ള സംഭവങ്ങൾ അരങ്ങേറിയ മാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റക്ക് അനുവാദം നൽകിയ, ഹിജ്റയുടെ തുടക്കം കുറിച്ച മാസമാണ് മുഹറം എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതേപോലെ തന്നെ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പലായനം നടത്തിയതും, അങ്ങനെ പലായനം നടത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിൽ നിന്നും അവൻ്റെ കിങ്കരന്മാരിൽ നിന്നും രക്ഷിച്ച ദിവസവും കൂടിയാണ് മുഹറം 10 ദിവസം. അതുകൊണ്ട് തന്നെ ഈ മുഹറം മാസം അത് പരിപാവനമാണ്. അതിൻ്റെ പ്രത്യേകതകൾ ഒക്കെ നമ്മൾ മനസ്സിലാക്കി ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഹിജ്റ എന്നുള്ളത്, ആ വാക്കിൻ്റെ അർത്ഥം ഉപേക്ഷിക്കുക എന്നാണ്. ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ
മൂന്ന് രീതിയിലുള്ള ഹിജറ വിട്ടുനിൽക്കൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നമ്മളുമായി ഏറെ ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ, രണ്ട് വിഭജനങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി കൊണ്ട് നമ്മൾ സാധാരണയായി കേൾക്കുന്ന ഹിജറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ്റു പ്രവാചകന്മാരുമൊക്കെ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത നാട്ടിൽ നിന്നും പറ്റുന്ന നാട്ടിലേക്ക് പലായനം ചെയ്യുന്നു. അതാണ് നമ്മൾ സാധാരണ കേൾക്കുന്ന പ്രധാനപ്പെട്ടതുമായ ഹിജറ, പലായനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ്റു പ്രവാചകന്മാരും അമ്പിയാക്കന്മാരും സ്വാലിഹീങ്ങളുമൊക്കെ ജീവിതത്തിൻ്റെ മുഖ്യ ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വഴിപ്പെട്ട് ജീവിക്കലാണ് എന്ന് മനസ്സിലാക്കുന്ന അവർ അവരുടെ നാടും വീടും സമ്പത്തും ജോലിയും മറ്റുള്ള എല്ലാം വിട്ട് അവർ പലായനം ചെയ്യുകയാണ്. അസ്ഹാബുൽ കഹ്ഫിൻ്റെ കഥ നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചു. പലായനമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖാല ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി, അതേപോലെ തന്നെ ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി എന്നൊക്കെ പറഞ്ഞത് നമുക്ക് പ്രമാണങ്ങളിൽ കാണാൻ സാധിക്കും. ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ജനിച്ചു വളർന്ന നാട് വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്തു, അബസീനയിലേക്ക് പലായനം ചെയ്തു. ഒക്കെ ദീനാണ് മുഖ്യം എന്നുള്ള നിലക്കാണ്. ദീനിനാണ് മുന്തിയ പരിഗണന. നമ്മുടെ താല്പര്യങ്ങൾക്കോ നമ്മുടെ ജീവിതത്തിലെ സുഖങ്ങൾക്കോ നമ്മുടെ ബിസിനസ്സിനോ അതേപോലെ തന്നെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന നമുക്കേറെ വേണ്ടപ്പെട്ട കാര്യങ്ങൾക്കോ അല്ല ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് മതത്തിനാണ്. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ മതത്തിനോട് ഏറ്റുമുട്ടുന്നുണ്ടെങ്കിൽ അത് മാറ്റിവെക്കാൻ സാധിക്കണം. അതാണ് രണ്ടാമത്തെ ഹിജറ, ഹറാമുകളോട് വിട്ടു നിൽക്കുക എന്നുള്ളത്. നമുക്ക് കാണാൻ സാധിക്കും, ഒരു നാട് വിട്ടു പോകേണ്ട അവസ്ഥാവിശേഷമുണ്ടെങ്കിൽ ദീൻ അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. നാട് വിട്ടുപോകൽ നിർബന്ധമാണെങ്കിൽ ഹിജറ പോക്ക് നിർബന്ധമാണ്. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയുള്ളൊരു അവസ്ഥയില്ല. ഇല്ലാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥാവിശേഷമുണ്ടെങ്കിൽ ഹിജറ പോക്ക് നിർബന്ധമാണ്. ദീനനുസരിച്ച് ജീവിക്കാതെ തൻ്റെ വിശ്വാസം മറച്ചു വെച്ച് എങ്ങനെയെങ്കിലേക്കാണ് ജീവിക്കാം എന്നുള്ള നിലക്ക് ഒരാൾക്കും അവൻ്റെ നാട്ടിൽ ജീവിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഹിജറ നിർബന്ധമാണ് എന്ന് പറയാൻ കാരണം. അങ്ങനെയുള്ള നാടുണ്ടോ, അങ്ങനെ ഒരു സാഹചര്യമുണ്ടോ, ഹിജറ പോക്ക് നിർബന്ധമാണ്. ചിലപ്പോൾ ഭാര്യയെ ഉപേക്ഷിക്കേണ്ടി വരും, ഭർത്താവിനെ ഉപേക്ഷിക്കേണ്ടി വരും, മക്കളെ ഉപേക്ഷിക്കേണ്ടി വരും. കാരണം അവരൊക്കെ കുഫാറുകളാണ്. നാടും വീടും എല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. ഉറ്റബന്ധുക്കളെയും ഉടയവരെയും ഒക്കെ ഉപേക്ഷിച്ചു പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നിസാഇന്റെ 97-ാമത്തെ ആയത്തിൽ അക്രമികളായ അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാത്ത തൻ്റെ ലക്ഷ്യം മറന്നുപോയ ആളുകളെ റൂഹിനെ പിടിക്കുന്ന സമയത്ത് മലക്കുകൾ അവരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇന്നല്ലദീന തവഫഹുമുൽ മലായികതു ളാലിമി അൻഫുസിഹിം, സ്വന്തത്തോട് തന്നെ ആക്രമണം ചെയ്ത ആളുകളോട് മലായികത്തുകൾ അവരെ റൂഹിനെ പിടിക്കുന്ന സമയത്ത് ചോദിക്കുന്നു, ഖാലു ഫീമ കുൻതും, നിങ്ങൾ എന്തിലായിരുന്നു, എന്തേ ഇങ്ങനെ ആകാൻ കാരണം, എന്തേ നിങ്ങൾ അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത ജീവിതം നയിച്ച് അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടുപോയി സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്ത് ജീവിക്കുന്ന അവസ്ഥാവിശേഷം എന്തുകൊണ്ടുണ്ടായി എന്ന് മലക്കുകൾ സക്രാത്തുൽ മൗത്തിന്റെ സമയത്ത് ചോദിക്കുന്നു. ഈ സമയത്ത് അവർ പറയുകയാണ്, ഖാലു കുന്ന മുസ്തദഅഫീന ഫിൽ അർദ്, ഞങ്ങൾ ഭൂമിയിൽ ദുർബലന്മാരായിരുന്നു, അടിച്ചമർത്തപ്പെട്ട ആളുകളായിരുന്നു. ഞങ്ങൾക്ക് ദീന് കൊണ്ടു നടക്കാൻ, ദീനിന്റെ ചിഹ്നങ്ങളും ദീനിന്റെ ഇബാദത്തുകളും ഒക്കെ നടത്താൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു. കാരണം ഞങ്ങൾ അടിച്ചമർത്തപ്പെട്ട ആൾക്കാരായിരുന്നു എന്നവർ ന്യായം പറയുകയാണ്. ഈ സമയത്ത് മലക്കുകൾ പറയുകയാണ്, നമ്മളൊക്കെ ഓതുന്ന ആയത്താണ് പ്രിയമുള്ളവരെ, ഖാലു അലം തകുൻ അർളുല്ലാഹി വാസിഅ, അല്ലടോ അല്ലാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ, ഫതുഹാജിറു ഫിഹാ, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഹിജറ പോയിക്കൂടാ, വിശാലമായ പടച്ചറപ്പിനെ വഴിപ്പെട്ട് ജീവിക്കാൻ സാധിക്കുന്ന സ്ഥലങ്ങളിലേക്ക് എന്തുകൊണ്ട് പലായനം ചെയ്തുകൂടാ എന്ന് മലക്കുകൾ ചോദിക്കുന്നു. ഫഉലൈക മഅവാഹും ജഹന്നം, എന്നിട്ട് അല്ലാഹു പറയാണ്, ഇക്കൂട്ടരുടെ മഅവ, അവർക്ക് ചെന്നെത്താനുള്ളത് ദുനിയാവ് സുഖിക്കാൻ വേണ്ടിയിട്ടാണ്. മക്കയിലും ഉണ്ടായിരുന്നു അങ്ങനെ കുറെ ആൾക്കാർ അവർ പിന്നെ കുറെ കാലത്തിന് ശേഷം ഹിജറ പോയി. ചില ആളുകൾ പോയില്ല. അവരുടെ സങ്കേതം നരകമാണ്. വസാഅത്ത് മസീറ, അത് എത്ര ചീത്ത സങ്കേതമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഞാനിത് പറയാനുള്ള കാരണം, നമുക്കാർക്കും ഹിജറ പോകേണ്ടി വന്നിട്ടില്ല, വരാതിരിക്കട്ടെ, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം.
അള്ളാഹുവിന്റെ ദീനിനാണ് മുന്തിയ പരിഗണന എന്നുള്ളതാണ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. സുഹൈബ് റൂമയുടെ ചരിത്രം, അദ്ദേഹം റോമക്കാരനായിരുന്നു, പലപ്പോഴും നമ്മൾ കേട്ട ചരിത്രമാണ്. ധാരാളക്കണക്കിന് സമ്പത്ത് അദ്ദേഹം മക്കയിൽ വന്നുകൊണ്ടുണ്ടാക്കി. അങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വിശ്വാസം സ്വീകരിച്ച് പലായനം ചെയ്യേണ്ടി വന്നപ്പോൾ മക്കാർ പിടിച്ചിട്ട് പറഞ്ഞു, ഇവിടുന്ന് പോകാൻ പറ്റൂല. അദ്ദേഹം ചോദിച്ചു, എന്നെ നിങ്ങൾക്ക് വിടാൻ എന്താണ് തടസ്സം? നീ ഒന്നുമില്ലാത്തവനായിക്കൊണ്ട്, പട്ടിണി പാവമായിക്കൊണ്ട്, ദരിദ്രനായിക്കൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ വന്ന്, എന്നിട്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്നും നീ വലിയ സമ്പത്തുള്ളവനായി. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ നിന്നുണ്ടാക്കിയ സമ്പത്താണ് ലക്ഷക്കണക്കിന് രൂപയുടെ, നമ്മളെ ഇന്നത്തെ കാലത്ത് പറയുന്ന കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത്, ഒട്ടകങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് എൻ്റെ സമ്പത്താണോ വേണ്ടത്? അത് തന്നാൽ എന്നെ വിടും. അങ്ങനെ അദ്ദേഹം മദീനയിലേക്ക് ആ സമ്പത്തെല്ലാം മക്കയിലെ മുശ്രിക്കുകൾക്ക്, കുഫാറുകൾക്ക് കൊടുത്ത് മദീനയിലേക്ക് പലായനം ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സംഭവം കേട്ടപ്പോൾ റസൂലുള്ള പറഞ്ഞു, സുഹൈബ് ലാഭം നേടി. എന്താ ലാഭം നേടിയത്? ഒന്നും നേടിയിട്ടില്ല അല്ലേ? നമ്മുടെ കാഴ്ചപ്പാടിൽ ഒന്നും നേടി, എല്ലാം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ എന്നാ പോരെ? പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമ്പിച്ച ലാഭം പോയതുകൊണ്ട് സുഹൈബ് ഇതാ വന്നിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഹൈബ് റൂമിയെ കുറിച്ച് പറയുകയുണ്ടായി. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനാണ് മുന്തിയ വില കൊടുക്കേണ്ടത്. ആ നിലക്കാണോ നമ്മുടെ ജീവിതവും, നമ്മുടെ മക്കളുടെ വിഷയത്തിലും, നമ്മുടെ കച്ചവടത്തിൻ്റെ വിഷയത്തിലും, നമ്മുടെ വീടിൻ്റെ വിഷയത്തിലും, മറ്റുള്ള ദുനിയാവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും നമ്മൾ അങ്ങനെയാണോ എന്ന് നമ്മൾ നോക്കേണ്ടത് അനിവാര്യമാണ് എന്നർത്ഥം. എന്ന് മാത്രമല്ല, നല്ല നിലയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത, മുഅ്മിനായി ജീവിക്കാൻ പറ്റാത്ത നാട്ടിൽ നിന്നും പോകണമെന്ന് പറഞ്ഞു. ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് 100 ആളെ കൊന്നൊരു മനുഷ്യന്റെ കഥ. 100 ആളെയും കൊന്നു. അദ്ദേഹത്തിന് തൗബയുണ്ടോ എന്നൊരു പണ്ഡിതനോട് ചോദിച്ചു. തൗബയുണ്ടെന്ന് പറഞ്ഞു. ഈ നാട്ടിൽ നിന്ന് പോകണം. അത് പഠിപ്പിച്ച ഹദീസിൽ കാണാൻ സാധിക്കും. ഇൻതലിക് ഇലൽ അർളി കദാ വ കദാ. ആ പണ്ഡിതൻ പറഞ്ഞു, നീ ഈ നാട്ടിൽ നിന്ന് പോയിക്കോ. ഫൈന ബിഹാ ഉനാസുൻ യഅബുദൂനല്ലാഹ ഫഅബുദുല്ലാഹ മഅഹും. കാരണം നീ പോകുന്ന ആ നാട്, ഞാൻ പറഞ്ഞു തന്ന നാട്, അള്ളാഹുവിനെ ആരാധിക്കുന്ന, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കുന്ന ആളുകളാണ്. അവരുടെ കൂടെ കൂട്. അവ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവും. ഈ ആളുകളെ കൊന്ന്, അതേപോലെ തന്നെ ഇത്രയധികം അക്രമിയായി, തോന്നിയാസിയായി നടക്കുന്നതിന് കാരണം ഈ നാടാണ്, ഈ നിൽക്കുന്ന നാടാണ്. അതുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് പോയിക്കോ. എന്നിട്ട് ഇന്ന നാട്ടിലേക്ക് പോകും. വലാ തർജഇ ഇലാ അർളിക്. നീ ഒരിക്കലും ഈ നാട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്യരുത്. ഫഇന്നഹാ അർളു സൂഇൻ. ഇതൊരു ചീത്ത നാടാണ്. ജനങ്ങളെ ചീത്ത ആൾക്കാരാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒഴുക്കിനനുസരിച്ച് നീന്തുന്ന അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞതും അതും ഒരു പലായനമാണ്. രണ്ടാമതായിക്കൊണ്ട് സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചിരുന്നു, മുൻഗാമികൾ ദുനിയാവെല്ലാം വിട്ട് ദീന് വാങ്ങുന്നതിന് വേണ്ടി അവർ പരിശ്രമിച്ചു. ദുനിയാവെല്ലാം ഒഴിവാക്കി ഒരു ദീനിന് വേണ്ടി, പരലോകത്തിന് വേണ്ടി അവർ പരിശ്രമിച്ചു. ആ സമയത്താണ് നമ്മൾ കുറേ ആളുകൾ ചില മാമാങ്കങ്ങളുടെ പേരും പറഞ്ഞ് ദീനെല്ലാം ഒഴിവാക്കി ദുനിയാവിൻ്റെ പിന്നാലെ പോകുന്നു, രസങ്ങളുടെയും ഹരങ്ങളുടെയും പിന്നാലെ പോകുന്നു. പെറ്റുവെക്കുന്നതിനോ, അതേപോലെ തന്നെ മറ്റുള്ള ഹറാമുകൾ ചെയ്യുന്നതിനോ, നമസ്കാരം ഒഴിവാക്കുന്നതിനോ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പിരിയുന്നതിനോ, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നതിനോ ഒരു പ്രശ്നമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന്. രണ്ടാമത് സഹോദരന്മാരെ, നമ്മളുമായി ഏറെ ബന്ധപ്പെട്ട ഹിജ്റയാണ്. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, എന്നെ കേൾക്കുന്ന ഈ മുഹറം മാസത്തിൽ ഹിജ്റയുടെ മാസമായ, പരിപാവന മാസമായ, പവിത്ര മാസമാണ്, അള്ളാഹുവിൻ്റെ മാസമാണ് എന്നൊക്കെ പറഞ്ഞ് ഈ മാസത്തിൽ ഈ ഹിജ്റക്ക് നമ്മൾ തുടക്കം കുറിക്കണം. എന്നിട്ട് മരണം വരെ ഈ ഹിജ്റയിലായിരിക്കണം നമ്മൾ. എന്താണ് സഹോദരന്മാരെ ആ ഹിജ്റ എന്ന് പറഞ്ഞാൽ? അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, വറുജ്സ ഫഹ്ജുർ. റസൂലേ, പാപങ്ങളെ നീ വെടിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹീന്റെ തുടക്കത്തിലാണ് ഈ പറഞ്ഞത്. പാപങ്ങളോട് ഹിജ്റ പാലിക്കണം. ഹറാമുകൾ ചെയ്ത് ജീവിക്കുന്ന, കുറ്റകൃത്യങ്ങൾ ചെയ്ത് ജീവിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ആരാണ് മുസ്ലിം എന്ന് പറഞ്ഞു തരികയാണ്. അൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. അവൻ്റെ നാവിൽ നിന്നും അവൻ്റെ കയ്യിൽ നിന്നും മറ്റുള്ള മുസ്ലിമീങ്ങൾ രക്ഷപ്പെടണം. ഞാനെപ്പോഴാണ് മുസ്ലിമാകുക? 5 വക്ത് നിസ്കാരമുണ്ട്, ഷഹാദത്ത് കലിമയൊക്കെ ചൊല്ലിയിട്ടുണ്ട്, ദീൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എന്നാൽ എൻ്റെ കയ്യിൽ നിന്നും എൻ്റെ നാവിൽ നിന്നും നിങ്ങൾ സുരക്ഷിത അല്ലെങ്കിൽ ഞാൻ മുസ്ലിമല്ല.
വല്ലാത്തൊരു വാക്കാണത്. അപ്പൊ 5 വക്ത് നിസ്കരിക്കണമല്ലോ, ദീനിന്റെ ഷിയാറുകളൊക്കെ കൊണ്ടെടുക്കുന്ന ആൾക്കാർ ശ്രദ്ധിച്ചോളൂ. എന്ത് സഹോദരിമാരെ ശ്രദ്ധിച്ചോളൂ. നമ്മുടെ നാവ് ഗീബത്തും നമീമത്തും പറന്ന് വരുത്തി മറ്റുള്ളവരുടെ കുടുംബം കലക്കുന്നുണ്ടോ? രണ്ടാൾക്കാരെ തെറ്റിക്കുന്നുണ്ടോ? നമ്മളെ നാവ് കൊണ്ട് മറ്റുള്ളവരെ അവരറിയാതെയോ അറിഞ്ഞോ പ്രയാസപ്പെടുന്നുണ്ടോ? അതേപോലെ തന്നെ നമ്മുടെ കരങ്ങൾ കൊണ്ട് മറ്റുള്ളവരുടെ രക്തം ചിന്തുന്നുണ്ടോ? അവന്റെ സമ്പത്ത് പിടിച്ചു പറിക്കുന്നുണ്ടോ? അവന്റെ ഹക്ക് നമ്മൾ പിടിച്ചു വെക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ മുസ്ലിമല്ല, പരിപൂർണമായ മുസ്ലിം ആയിട്ടില്ല എന്നർത്ഥം. അപ്പൊ മുസ്ലിമാരാ റസൂലേ? മുസ്ലിമാരാന്ന് ചോദിച്ചാൽ ഒരു മുസ്ലിം അവന്റെ നാവിൽ നിന്നും അവന്റെ കയ്യിൽ നിന്നും മറ്റുള്ളവർ രക്ഷപ്പെടണം, അവൻ മുസ്ലിമാണ്. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൽ മുഹാജിർ ആരാണ്? പലായനം ചെയ്തവൻ ആരാണ്? റസൂലുള്ളാഹി പറയുകയാണ്, മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്, സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയതിനോട് നോ പറയാൻ നമുക്ക് സാധിക്കണം, രാജിയാവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു ഹറാമാക്കിയത് കാണാതിരിക്കാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമില്ലാത്തതിൽ നിന്ന് ഒഴിവാകാൻ. അത് എന്ത് സംഗതിയാണെങ്കിലും, ഹറാമുകളാണോ, ലഹരി ഉപയോഗമാണോ, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അതിൽ നിന്നും വിട്ടു നിൽക്കാൻ പടച്ചറപ്പിന് ഇഷ്ടമില്ലാത്ത ചെയ്താൽ ജീവിതത്തിൽ കൊടുക്കും, 2 ജീവിതത്തിലും കൊടുക്കും. സാമ്പത്തിക രംഗത്ത് മലിന ജീവിതം നയിക്കുന്നുണ്ടോ? അതേപോലെ തന്നെ ലൈംഗിക രംഗത്ത് മലിന ജീവിതമാണോ നയിക്കുന്നത്? ഭാര്യയെ ചതിക്കുന്ന ഭർത്താവാണോ? ഭർത്താവിനെ ചതിക്കുന്നവരാണോ? നമ്മൾ ആലോചിച്ച് നോക്കണം. ഏത് രംഗത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെടാത്ത ഹറാമുകളോട് ഹിജറ പോകാൻ എനിക്ക് സാധിക്കണം. അതാണ് നമുക്ക് ചെയ്യാനുള്ള ഹിജറ. ഹിജറയുടെ മാസം നമുക്ക് ഈ ഹിജറക്ക് പ്രഖ്യാപനം നടത്തി, ഈ ഹിജറക്ക് ഹിറാം കെട്ടി, ഈ ഹിജറയിലേക്ക് ഇറങ്ങണം. നമ്മൾ ഹറാമുകളിൽ നിന്നും മുക്തമാകാൻ. അത് ചെയ്യുന്ന തെറ്റ്, ചില പണ്ഡിതന്മാർ പറഞ്ഞു, വൻപാപങ്ങളെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു മനുഷ്യൻ ചെറിയ പാപമാണ്, അത് സ്ഥിരമായി ചെയ്യുന്നുണ്ട്, അതിൽ വൻപാപമാകണം. അഥവാ ചെറിയ തെറ്റുകൾ ചെറുതല്ല, നിസ്സാരമാക്കണം. ചെറിയ തെറ്റുകൾ തന്നെ സ്ഥിരമായി ചെയ്യുന്നതാണെങ്കിൽ നിസ്സംശയം അത് വൻപാപമാകുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ചെയ്യുന്ന, നമ്മുടെ കൂടെ കൂട്ടി ഏത് സമയത്തും നമ്മൾ തകർക്കുന്ന, നമ്മുടെ അക്കൗണ്ടിൽ നമ്മുടെ കിതാബിൽ ധാരാളമായി ഉണ്ടാകുന്ന ചില തെറ്റുകൾ, എൻ്റേത് എനിക്കറിയാം, നിങ്ങൾക്കറിയാം, സഹോദരന്മാരെ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ഇത് ഒഴിവാക്കാൻ, അതിനോട് ഹിജറ പാലിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇന്റെ പ്രസംഗത്തിൽ പറഞ്ഞു എന്ന് പറയപ്പെടുന്ന റിവായത്തിൽ കാണാൻ സാധിക്കും, അലാ ഉഖ്ബിറുക്കും ബിൽ മുഅ്മിൻ. ആരാണ് മുഅ്മിൻ എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? മൻ അമിനഹു നാസു അലാ അംവാലിഹിം വ അൻഫുസിഹിം. ജനങ്ങൾ, മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകൾ, മുഅ്മിനീങ്ങളായിട്ടുള്ള ആളുകൾ, ഇവന്റെ ആ മുഅ്മിൻ എന്ന് പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, അയാളുടെ മൻ അമിനഹു നാസു അലാ അംവാലിഹിം വ അൻഫുസിഹിം, മറ്റു ജനങ്ങളുടെ ശരീരം അതേപോലെ തന്നെ അവരുടെ സമ്പത്തും ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ഇവൻ മുഅ്മിനാണ്. അർത്ഥം മുസ്ലിം എന്ന് പറഞ്ഞ പോലെ തന്നെ അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വ യദിഹി നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വൽ മുഹാജിറു മൻ ഹാജറ നഫ്സഹു ഫീ ത്വഅത്തില്ലാഹ്. മുഹാജിർ എന്ന് പറഞ്ഞാൽ, ഹിജ്റ പോയവൻ എന്ന് പറഞ്ഞാൽ, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടത്തിലേക്ക് ഹിജ്റ പോയി, വെറുപ്പിൽ നിന്നും ഇഷ്ടത്തിലേക്ക് ഹിജ്റ പോയി. ആ ഹിജ്റ അങ്ങനെ തുടർന്നു, അങ്ങനെ മരിച്ചു പോകേണ്ട അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഭാഗ്യം അവനുണ്ടായി. ആരാണ് മുഹാജിർ? അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് അവൻ പലായനം ചെയ്തു. വൽ മുഹാജിറു മൻ ഹജറൽ ഖതായ വദ്ദുനൂബ്, പാപങ്ങളും അതേപോലെ തന്നെ വൃത്തികേടുകളും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതിലേക്ക് ഹിജ്റ പോകുന്നവനാണ് യഥാർത്ഥ മുഹാജിർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ചെയ്യുന്ന ഹറാമുകൾ, സോഷ്യൽ മീഡിയകളിലേക്ക് ആളുകൾ കാട്ടിക്കൂട്ടുന്ന, യൂട്യൂബ് ചാനലുകളും മറ്റൊക്കെ തുടങ്ങിയിട്ട് എത്രയോ ആളുകൾ ഹറാമുകൾ കാണിക്കുന്ന ആളുകൾ, അതിലൂടെ സമ്പാദിക്കുന്ന ആളുകൾ, അതിൻ്റെ സമ്പാദ്യം നമ്മളിലേക്ക് എത്തുന്നുണ്ടോ? നമ്മളെ കുടുംബത്തിലേക്ക് എത്തുന്നുണ്ടോ? നമ്മൾ ആലോചിക്കണം. ഹറാമായ സമ്പാദ്യം, അതിലൂടെ ആളുകളെ തോന്നിവാസങ്ങൾക്കും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ആഭാസങ്ങൾക്കും പ്രൊമോട്ട് ചെയ്യുന്ന, കാണിച്ചു കൊടുക്കുന്ന ആളുകൾ, ആലോചിച്ച് നോക്കണം എന്ത് ബറക്കത്താണ് ജീവിതത്തിൽ ഉണ്ടാവുക. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ തോന്നിവാസങ്ങൾ കാണിക്കുകയും, അത് നല്ല മുസ്ലിം പെൺകുട്ടികൾ, മാറുമറക്കാത്ത, തലമുടി മറക്കാത്ത, ശരീരത്തിന്റെ അംഗലാവണ്യങ്ങൾ കാണിച്ചുകൊണ്ട് പകുതി വസ്ത്രം ധരിച്ച ആളുകൾ അതിലേക്ക് മറ്റുള്ള പെൺകുട്ടികളെ ഇനി ഇങ്ങനെ തുടങ്ങുവാനും അതേപോലെ തന്നെ സമ്പത്തുണ്ടാക്കുവാനും, ഇതൊക്കെയാണ് ലോകം എന്ന് കാണിക്കുന്ന, എന്തും കാട്ടിക്കൂട്ടുന്ന ആണുങ്ങളാകട്ടെ പെണ്ണുങ്ങളാകട്ടെ ആരും
ഇങ്ങനെ കാട്ടിക്കൂട്ടുകയാണ്, എന്തെല്ലാമോ ചെയ്തു കൂട്ടി ആർക്കൊക്കെ വേണ്ടി താളം തുള്ളി ജീവിക്കുകയാണ്. ഈ ഒരവസ്ഥയിലാണോ ഇബാദത്തിന്റെ വിഷയത്തിൽ, ഇതാഅത്തിന്റെ വിഷയത്തിൽ ഒന്നും കണിശതയില്ലാത്ത ആളുകൾ? ഏറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഇഷ്ടപ്പെടും. നമ്മൾ ആലോചിച്ച് നോക്കും പ്രിയമുള്ളവര്, എൻ്റെ സ്ഥാനം അള്ളാഹുവിൻ്റെ അടുക്കൽ എന്തായിരിക്കും? പണ്ഡിതന്മാർ ചോദിക്കുന്ന ചോദ്യമാണ്. ഓരോരുത്തരും സ്വന്തത്തോട് വിചാരണ ചെയ്യണം, നമ്മൾ സ്വന്തം വിചാരണ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏത് സ്ഥാനത്തായിരിക്കും? എനിക്കറിയാം ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ എനിക്കും എൻ്റെ റബ്ബിനും അറിയാം. നിങ്ങൾക്കും നിങ്ങളുടെ റബ്ബിനും അറിയാം ഞാൻ ആരാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ആരായിരിക്കും? എൻ്റെ രഹസ്യ ജീവിതം എന്താണ്? എൻ്റെ പരസ്യ ജീവിതം എന്താണ്? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവനാണോ ഞാൻ? ഇന്ന് മരിക്കേണ്ടി വന്നാൽ, നമ്മുടെ ഒരു ആത്മാർത്ഥമായ നമ്മൾ പ്രവർത്തന രംഗത്തുള്ള സഹോദരൻ ഇന്ന് ആക്സിഡൻ്റായി മരിച്ചു, ഇന്ന് 11 മണിക്ക് അല്ലേ? ഒരുപാട് മരണങ്ങൾ നമ്മൾ കേൾക്കുന്നു. ഈ നമ്മുടെ മരണ വാർത്തയും വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നമ്മുടെ നേതാക്കന്മാരൊക്കെ ടെക്സ്റ്റ് ആക്കിയിട്ടിട്ട് ഫോട്ടോ ഇട്ടിടും. അതേ ഒരു ദിവസമുണ്ട്. ആ സമയത്ത് ഏത് സമയത്ത് പോകേണ്ടി വന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഗ്ഫിറത്തിലേക്കാണോ നമ്മൾ പോകുന്നത്? വദ്ഖുലൂ ഫീ ഇബാദി വദ്ഖുലീ ജന്നതി. എൻ്റെ നല്ല അടിമകളുടെ കൂടെ മരിച്ചു പിരിഞ്ഞ് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന മരണമാണോ ഉണ്ടാകുക എന്ന് ഈ സമയത്ത്, മരിക്കുന്ന സമയത്ത് എന്തായിരിക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ എൻ്റെ സ്ഥാനം? നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഈ പറച്ചിലും ഈ കേൾക്കുന്നതിലൊക്കെ അർത്ഥമുള്ളൂ സഹോദരന്മാരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ, മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഹിജ്റ അതിൻ്റെ 2 വിഭജനങ്ങൾ നമ്മൾ പറയുകയുണ്ടായി. മൂന്നാമതായിക്കൊണ്ട് ദീന് പഠിപ്പിക്കുന്ന ഒരു ഹിജ്റയുണ്ട്. അത് ഹിജ്റത്തുൽ ആമിൽ, മോശപ്പെട്ട ജീവിതം നയിക്കുന്ന ഹറാമുകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, അഥവാ സാമ്പത്തിക രംഗത്ത് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ, അതേപോലെ ലൈംഗിക രംഗത്ത് മോശം ചെയ്ത് നയിക്കുന്ന ആളുകൾ, വൃത്തികേടുകളും ആവാസങ്ങളും തോന്നിയാസങ്ങളും ചെയ്യുന്ന ആളുകൾ, ഇവരിൽ നിന്നും മുഅ്മിന് മാറി നിൽക്കുക. വിവാഹരംഗത്ത് ഓരോരോ പേക്കൊത്തുകൾ ചെയ്യുന്ന ആളുകൾ, അവരിൽ നിന്നിട്ട് മാറിക്കുക, പറഞ്ഞു കൊടുക്കുക, പറഞ്ഞിട്ട് ചെയ്യണില്ലെങ്കിൽ മാറിക്കുക. നമ്മളെപ്പോലുള്ള അവർക്ക് സുഹൃത്ത് ബന്ധവും അതേപോലെ തന്നെ കുടുംബ ബന്ധവും വേണ്ട ആൾക്കാർ മാറി നിൽക്കുമ്പോൾ അവരിത് മാറി ചിന്തിക്കാൻ കാരണമാവും. പറഞ്ഞു കൊടുക്കാനുള്ള നമ്മൾ പറഞ്ഞു കൊടുക്കുക, ചെയ്യണില്ലെങ്കിൽ പോലെ കൂടി കൊടുക്കല്ല. അതാണ് പണ്ഡിതന്മാർ ഫൈനൽ ആമില ഖദ് തജിബ് ഹിജ്റതു അഹ്യാനൻ, അഥവാ മിസ്ല റജുലിൽ മുജാഹിർ ബിൽ മഅസിയത്തി അല്ലദി ലാ യുബാലി ബിഹാ. അഥവാ തെറ്റ് ചെയ്യുന്ന ആള്, അയാൾക്കൊരു പ്രശ്നമില്ല, അയാൾ തെറ്റെങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പലിശ വാങ്ങണവരാണ് അതിങ്ങനെ വാങ്ങുന്നത്, ഹറാമ് ചെയ്യുക, വ്യഭിചരിച്ച് നടക്കുക, ലൈംഗിക രംഗത്ത് മോശം ജീവിതം നയിക്കുക, എന്നിട്ട് ഓൻ്റെ കൂട്ടുകാരനായി നമ്മൾ നടക്കുക. അഥവാ തോന്നിവാസങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കൂടെ ഇതിൽ ഏറ്റവും വലിയ തോന്നിവാസം ഏതാണ്? ഷിർക്കാണ് പ്രിയമുള്ളവര്. കുഫറിന്റെ ഷിർക്കിന്റെ കൂട്ടുകാരന്മാർ നമുക്കുണ്ടാകാൻ പാടില്ല. അവരോട് ദഅവത്ത് നടത്തുക എന്നുള്ള നിർബന്ധമാണ്. കാരണം പരലോകത്ത് അവർ നമുക്കെതിരായി വരും. കുഫറിന്റെ ഷിർക്കിന്റെ അതേപോലെ തന്നെ ബിദ്അത്തുകൾ ചെയ്യുന്ന യഥാർത്ഥ ഇസ്ലാമിന്റെ ആദർശത്തിലല്ലാത്ത ആളുകൾ, അവരോട് അങ്ങേയറ്റത്തെ ബന്ധമുള്ള സുഹൃത്ത് ബന്ധം പാടില്ല. വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും കാരണം അധ്യാപനങ്ങളാണ്. കാരണം അതിൽ നമ്മൾ സ്വാധീനിക്കപ്പെടും, എങ്ങനെയാണെങ്കിലും സ്വാധീനിക്കപ്പെടും എന്ന് മാത്രമല്ല, അവർ അതിലിങ്ങനെ പോവുകയും പിന്നെ നമ്മളെപ്പോലെയുള്ള ആളുകൾ അവർക്ക് കൂട്ടുകാരായിട്ടും ബന്ധുക്കാരായിട്ടൊക്കെ ഉണ്ടാകുന്നു. അവർക്കതൊക്കെ ചെയ്യുന്നതിന് യാതൊരു തടസ്സമില്ല, അതൊരു വിഷയമല്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുകയാണ്, ഹിജ്റത്തുൽ ആമിൽ, പാപങ്ങൾ ചെയ്യുന്ന, ഹറാമുകൾ ചെയ്യുന്ന, അതിൽ വലിയ അഭിമാനം കൊള്ളുന്ന ഒരു പ്രശ്നമല്ലാത്ത അവസ്ഥ,
കാലത്തിനനുസരിച്ച് ഇങ്ങനെ കാലം നേടിനനുസരിച്ച് നാടോടുമ്പോൾ നടുവോടുന്ന അവസ്ഥ, ഏത് തോന്നിയാസങ്ങൾക്കും കൂടെ നിന്ന് കൊടുക്കുന്ന അവസ്ഥ ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല. അപ്പം നമ്മൾ ഏറെ ശ്രദ്ധിക്കണം. ഇന്ന് ലഹരിക്ക് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. നമുക്കൊരു ലഹരി ഉപയോഗിക്കുന്ന കൂട്ടുകാരനുണ്ടോ, കൂട്ടുകാരിയുണ്ടോ, അവളായിട്ട് ഒരു ബന്ധം പാടില്ല. എന്താ ബന്ധം ഉണ്ടാകാത്തത്? എന്താണ് ബന്ധം ഉണ്ടാകാനുള്ള കാരണം? നമ്മൾ തന്നിൽ നിന്നും ഹിജറ ചെയ്യാനുള്ള കാരണം എന്താ? നീ ചെയ്യുന്നത് നിനക്കും സമൂഹത്തിനും ഒരുപോലെ ദോഷകരമായ കാര്യമാണ്. അതുകൊണ്ടാണ് നിന്നായിട്ടുള്ള കമ്പനി ഇല്ല എന്ന് പറയാൻ മുസ്ലിം ചെറുപ്പക്കാരിക്ക് ആണിന് പെണ്ണിന് സാധിക്കണം. അന്നേറ്റിഞ്ഞൊരു കമ്പനി ഇല്ല. മനസ്സിലായില്ലേ? നമസ്കാരം ഒഴിവാക്കുന്നവൻ, അങ്ങനെയുള്ളവരുടെ കമ്പനി ഉണ്ടോ? ഉണ്ടാകാൻ പാടില്ല. ഈമാനുള്ളവന്റെ കമ്പനി ഇടാൻ പറ്റൂല. നിസ്കാരമില്ലാത്തൊരു കൂട്ടുകാരനോ അങ്ങനെ ഉണ്ടാവും? നിസ്കാരമില്ലാത്തവരോട് എങ്ങനെ നമ്മൾ കമ്പനി വിടുക? നിസ്കാരമില്ലാത്തവരോട് 5 വക്ത് നിസ്കാരമില്ല, എപ്പോഴെങ്കിലും നിസ്കരിക്കുക. നിസ്കാരമില്ല ഞാൻ കാഫിറല്ലേ പ്രിയമുള്ളവര്? അങ്ങനെയുള്ള കൂട്ടുകാരി നമുക്ക് ഉണ്ടാകാൻ പാടുണ്ടോ സഹോദരിമാര്? അങ്ങനെയുള്ള കൂട്ടുകാരന്മാര് നമുക്ക് ഉണ്ടാകാൻ പാടുണ്ടോ? പലിശ ഉപയോഗിക്കുന്നവർ, മറ്റുള്ള ബന്ധങ്ങൾ, ഹറാമായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ 100% ഹറാമാണെന്നറിയാം നമുക്ക്. ഭാര്യയെ ചതിക്കുകയാണ്, ഭർത്താവിനെ ചതിക്കുകയാണ്, മാതാപിതാക്കളെ ചതിക്കുകയാണ്, ഹറാമായ ബന്ധമാണ്. എങ്ങനെ ആ സഹോദരിയോട് നമുക്ക് ബന്ധം ഉണ്ടാകാൻ പറ്റും? ഇത് ഇസ്ലാം പഠിപ്പിച്ച ഹിജറയാണത്. ഇസ്ലാം പഠിപ്പിച്ച ഹിജറയാണ്. ഹറാമുകൾ മുഴുകി ജീവിക്കുന്ന ആളുകളെ അത് പറഞ്ഞിട്ടും തിരുത്തി കൊടുത്തിട്ടും മനസ്സിലാക്കാത്ത ആളുകളിൽ നിന്ന് ഹിജറ പോകണം. കാരണം ഈമാനുള്ളവന് സാധിക്കൂല സഹോദരന്മാരെ, ഈമാനുള്ളവന് സാധിക്കൂല. നിനക്ക് അള്ളാനോയും അവൻ റസൂലിനെയാണോ തനിക്ക് ഇഷ്ടം? അള്ളാനെയും അവൻ്റെ റസൂലിനെയുമാണോ ഇഷ്ടം? എന്നാൽ കുഫറിനെ വെറുക്കും, കുഫറിൻ്റെ ആളുകളെ വെറുക്കും. ഷിർക്കിനെ വെറുക്കും, ഷിർക്കിൻ്റെ ആളുകളെ വെറുക്കും. ഹറാമുകളെ വെറുക്കും, ഹറാമിൻ്റെ ആളുകളെയും വെറുക്കും. പറഞ്ഞു കൊടുക്കുക. എന്നിട്ടൊന്നും വല്ലതെങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്നാൽ തൽക്കാലം ഓനായിട്ട് ബന്ധമില്ല. കാരണം എന്താണെന്നറിയോ? നമുക്ക് നല്ല കൂട്ടുകാരെയാണ് വേണ്ടത്. നല്ല കൂട്ടുകാരെ ഉണ്ടാകണം നമുക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെട്ട് കുറെ ആളുകളെ, കൂട്ടുകാരികളെ അള്ളാഹ് ചോദിക്കും, ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത്? സ്വർഗത്തിൽ നിങ്ങൾക്ക് എല്ലാം കിട്ടിയില്ലേ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഇത് ചോദിക്കുന്ന സമയത്ത് ആ കൂട്ടുകാരികൾ പറയും, പഠിച്ചോരെ ഞങ്ങൾ സ്വർഗത്തിലെത്തി അൽഹംദുലില്ലാ. പക്ഷേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന, ഞങ്ങളുടെ കൂടെ ചില നന്മകൾക്കൊക്കെ ഉണ്ടായിരുന്ന ചില ആളുകളെ, ഞങ്ങളുടെ സ്വന്തം കൂട്ടുകാരെ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട കൂട്ടുകാരികളെ ഞങ്ങൾക്ക് സ്വർഗത്തിൽ കാണുന്നില്ലല്ലോ എന്ന് സ്വർഗസ്ഥരായ ആളുകൾ അള്ളാഹുവിനോട് പരാതി പറയും, ശകാവത്ത് നടത്തും. അപ്പൊ അള്ളാഹ് പറയും, ശരി, അവരെ നിങ്ങൾ നരകത്തിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ ആ കൂട്ടുകാരനെ തെരഞ്ഞ് നിങ്ങൾ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ശുപാർശ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ആർക്കൊക്കെ ശുപാർശയുണ്ട്? റസൂലുള്ളാഹിക്ക് ശുപാർശയുണ്ട്, മലക്കുകൾക്ക് ശുപാർശയുണ്ട്, മുഅ്മിനീങ്ങൾക്ക് ശുപാർശയുണ്ട്. അതേപോലെ തന്നെ ഒരു കൂട്ടുകാരന് ശുപാർശ നടത്തുന്നു. അവൻ മുഅ്മിനാണോ, അവൾ മുസ്ലിമത്താണോ, മുഅ്മിനത്താണോ? ചെറിയ തെറ്റുകളൊക്കെ വന്നു പോയിട്ടുണ്ട്, ചില ഹറാമുകളൊക്കെ വന്നു പോയിട്ടുണ്ട്. അപ്പൊ നല്ല കൂട്ടുകെട്ടിലാണെങ്കിൽ കൂട്ടുകാരന്മാർക്ക് വേണ്ടി, കൂട്ടുകാരികൾക്ക് വേണ്ടി ശുപാർശ നടത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കെയർ ഓഫ് ഒരു സ്വർഗത്ത് കിടക്കാൻ പറ്റും. അപ്പൊ എന്ത് വേണമെന്ന് പറയാം? നല്ല കൂട്ടുകാരന്മാർ. ഇപ്പൊ ബിസിനസ് നടത്തുന്നവർ ശ്രദ്ധിച്ചോളി, കൂട്ടുകാരന്മാരുള്ളവർ ശ്രദ്ധിച്ചോളി. നിസ്കാരമില്ല, ഒന്നുമില്ല, മാപ്പിള ഇങ്ങനെ നടക്കുക. ഓനാരാ? ഓനെൻ്റെ ഫുട്ബോൾ ക്ലബിലെ മെമ്പറാണ്. ഓനേറ്റ് കമ്പനി, ഇവനേറ്റ് കമ്പനി. അള്ളാന്റെ ദീനിനെ പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്ന പെൺകുട്ടികൾ, ആൺകുട്ടികൾ, ഓലയിറ്റ കമ്പനി. എങ്ങനെ നമുക്ക് കമ്പനി ഉണ്ടാകാൻ പറ്റുക? ഓലയിടുന്ന് ഈച്ചറ പോകാൻ സാധിക്കണം നമുക്ക്. സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാരികൾ മനുഷ്യർ തെറ്റുകളൊക്കെ പറ്റും. എന്നാലും നമ്മൾ സ്വർഗത്തേക്ക് പോയാൽ, നമ്മൾ സ്വർഗത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരന്മാർ സ്വർഗത്തേക്ക് എത്തി, നമ്മളെ നരകത്തു നിന്ന് സ്വർഗത്തിലേക്ക് നമ്മൾ സ്വർഗത്ത് എത്തിയിട്ടില്ലെങ്കിൽ പിടിച്ചു കൊണ്ടുവരാൻ അള്ളാഹു അവർക്ക് ശുപാർശക്ക്, റെക്കമെൻഡിന് അവകാശമുണ്ട് അവർക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസാണ്. അതാണ് നല്ല ബന്ധം ഉണ്ടാകണം. അൽ മർഉ അലാ ദീനി ഖലീലിഹി. തൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലാണ്, തൻ്റെ കൂട്ടുകാരൻ്റെ നിലപാടിലാണ്, ആദർശത്തിലാണ് ഒരു കൂട്ടുകാരൻ ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ ഹിജ്റയുടെ 3 ഇനങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, നാട് വിട്ടു പോകേണ്ട അവസ്ഥ. രണ്ടാമത്, ഹറാമുകളിൽ നിന്നും ഹിജ്റ പോവുക. മൂന്നാമത്, ഹറാമ് ചെയ്യുന്നവനിൽ നിന്നും ഹിജ്റ പോവുക. സ്വന്തം പിന്നെ കുടുംബത്തിലെ കല്യാണമാണ്, ആ കല്യാണത്തിൽ എല്ലാവിധ തോന്നിയാസം ഉണ്ടാവും അറിയാം. എല്ലാവിധ തോന്നിവാസങ്ങൾ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, അള്ളാഹിന്റെ കോപം വാങ്ങുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളും ഉണ്ടാകുന്നവരാ. സ്റ്റേജ് കയറിയിട്ടും സ്റ്റേജ് കയറാതെയും എല്ലാവിധ തോന്നിവാസവും ഉണ്ടെങ്കിൽ പറയാൻ പറ്റണം നമുക്ക്.
ഇത് നമ്മളെ തറവാട്ടിന് ചേർന്നല്ല, നമ്മളെ കുടുംബത്തിന് ചേർന്നതല്ല. നമ്മളെ വാപ്പാൻ്റെ നമ്മളെ ഉപ്പാൻ്റെ മക്കൾക്ക് നമ്മളെ ഉപ്പ അങ്ങനെ ജീവിച്ച ആളാണ്. നമ്മൾ അത്ര കാത്തു സൂക്ഷിക്കുന്ന ആൾ. എങ്ങനെ ആയത് ഉണ്ടാകാൻ പാടില്ല. അതുണ്ടെങ്കിൽ ഞാൻ കല്യാണത്തിന് വരും പറയാൻ പറ്റും നമുക്ക്. എന്തിനാണത് പറയുന്നത്? കുടുംബം തെറ്റിക്കാനല്ല. ഇതിൻ്റെ അർത്ഥം ഈ ഖുതുബയ്ക്ക് ശേഷം ഇനി അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ഇനി കല്യാണത്തിന് വരില്ലെന്ന് പറയണമെന്നല്ല എൻ്റെ അർത്ഥം. നമുക്ക് ആ നിലയ്ക്ക് അവരെ ഉപദേശിക്കാനും അതേപോലെ തന്നെ ഹറാമുകളിൽ നിന്നും വിട്ടു നിൽക്കാൻ സാധിക്കണം. അല്ലാതെ കുടുംബത്തിലെ കല്യാണത്തിന് വരാത്തതിൻ്റെ പേരിൽ കൂടുതൽ കുടുംബം തെറ്റിക്കാനും അതേപോലെ തന്നെ കൂടുതൽ പ്രശ്നമുണ്ടാക്കാനും അല്ല ഈ സംസാരം ഉപകരിക്കേണ്ടത്. കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു ഹക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ സഹോദരന്മാരെ, ജുമാ ഖുതുബ എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ള സംഗതിയാണ്. ജുമാ ഖുതുബ കേൾക്കുക, 2 റക്അത്ത് നിസ്കരിക്കുക. നമ്മൾ ജുമാ തുടങ്ങിയപ്പോൾ ഏകദേശം പള്ളിയുടെ ഒരു പകുതി ആൾക്കാരുള്ളത്, ഞാനും കുറ്റപ്പെടുത്തല്ല, ഇപ്പോൾ പള്ളി നിറഞ്ഞു. അപ്പോൾ പള്ളിയിലേക്ക് നേരത്തെ നമ്മൾ എത്തണം. ജുമയുടെ ഈ സമയം എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ, നമ്മൾ നിർബന്ധമായിട്ടും അള്ളാൻ്റെ ദീന് കേൾക്കാൻ കൊടുക്കേണ്ട സമയമാണ്. അതുകൊണ്ട് ഒന്ന് നേരത്തെ കുളിച്ച് വെള്ളിയാഴ്ച 7 ദിവസത്തിൽ ഒരു ദിവസം 6 ദിവസം മാറ്റിവെക്കും. ഒരു ദിവസം കുറച്ച് സമയം, ഒരു 3/4 മണിക്കൂർ, അരമണിക്കൂർ, ആ സമയമാണ് നമ്മൾ ഖുതുബയ്ക്ക് നമ്മൾ ചിലവാക്കുന്നത്. അത് നേരത്തെ എത്തി എന്തെങ്കിലും കേൾക്കാനും അത് അള്ളാൻ്റെ ദീന് പഠിക്കലാണ്. ദീന് പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഇബാദത്താണ്. ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കണം. എന്ന് മാത്രമല്ല നമ്മുടെ സഹോദരിമാരെ നമ്മൾ ഖുതുബയ്ക്ക് കൊണ്ടുവരണം. സഹോദരിമാരെ നിർബന്ധമായി നമ്മുടെ പെൺകുട്ടികളെ ഖുതുബയ്ക്ക് കൊണ്ടുവരണം. സ്കൂളില്ലാത്ത ദിവസമാണ്. ഇതുപോലെയുള്ള ദിവസങ്ങളിൽ നമ്മളെ മക്കൾ ദീനും കേൾക്കട്ടെ. ആൺകുട്ടികൾ പിന്നെയും കേൾക്കും, ആണുകൾ പിന്നെയും കേൾക്കും. അതേപോലെ തന്നെ ഖുതുബയ്ക്ക് വരാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ, സഹോദരിമാരാണെങ്കിൽ, അവർ ഒരു ദിവസം ഒരു ആഴ്ചയിൽ ഒരു നല്ല ഖുതുബ കേൾക്കണം എന്ന് ഇന്ന് സംവിധാനങ്ങളുടെ യൂട്യൂബിലോ പ്രഭാഷണങ്ങളോ ഒരു ഖുതുബയിൽ കേൾക്കണം എന്ന് തീരുമാനിക്കണം. അല്ലാതെ മനസ്സുകൾക്ക് മാറ്റം ഉണ്ടാവില്ല. അവരുടെ മനസ്സുകൾക്ക് മാറ്റമുണ്ടാകണം, നമുക്ക് മാറ്റമുണ്ടാകണം. എങ്ങനെയാണ്? ഫദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. ഈ ഉത്ബോധനം നടത്തു പ്രവാചകരെ. മനസ്സിൽ ഈമാനുള്ള ആളുകൾക്ക് അത് മാറ്റമുണ്ടാക്കും, യാതൊരു സംശയമില്ല. എന്നിട്ട് മക്കൾക്ക് വേണ്ടി മക്കൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുത്തു, കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് അവരുടെ ജീവിതം പറ്റുന്ന രീതിയിലൊക്കെ എഡിറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ മക്കൾ നല്ല നിലക്ക് പോകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദീന് കേൾക്കാനും പഠിക്കുവാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഹറാമുകളിൽ നിന്നും ഹിജറ പോകാൻ, എല്ലാവിധ ഹറാമുകളിൽ നിന്നും മാറി നിൽക്കുവാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തുതരുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മളെയും അവരുടെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ ശാരീരികമായും സാമ്പത്തികമായും മാനസികമായൊക്കെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار وادخلنا الفردوس يا رب العالمين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.